വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഘിക്കുഞ്ഞിന്റെ വീഡിയോ കാണാം. എന്തുകൊണ്ട് മദ്രസ അധ്യാപകർക്ക് 10,000 രൂപ ശമ്പളം, പെൻഷൻ, അതിൽ പ്രസവാനുകൂല്യം 15,000 രൂപ, മക്കളുടെ വിവാഹത്തിന് 15,000 രൂപ, മക്കൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെങ്കിൽ സർക്കാർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഞാൻ ഈ പ്രയാർ ഗവൺമെന്റ് സാറിന് അറിയായിരിക്കും, സാറിന് പരിചയമുള്ളൂ. പ്രയാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കോട്ടെ, കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രങ്ങളിലെ മതപാഠശാലകൾ നമുക്ക് ആവശ്യമാണ്, മതം പഠിക്കാനാണ് മതപാഠശാലകൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പൊതു സദസ്സിലെത്തി പിണറായി വിജയൻ ആ വന്ധ്യവയോധികന മനുഷ്യനെ അപമാനിച്ചു. എന്തുകൊണ്ട് മതപാഠശാലകൾക്ക് ഇങ്ങനെ ഒരു ഓണറേറിയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല? ഓണറേറിയം കൊടുക്കേണ്ട, പൈസ കൊടുക്കണ്ട. ഈ മതപാഠശാലകളിലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന 25-50 രൂപയും കൊണ്ടാണ് ഈ മതപാഠശാലകളിലെ അധ്യാപകരെ കൊടുക്കുന്നത്. ആ മതപാഠശാലകൾ നടത്താനുള്ള കൂത്തമ്പലങ്ങളും കൊട്ടിയമ്പലങ്ങളും വരെ അടച്ചുപൂട്ടി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. എന്നിട്ട് ഈ മതപാഠശാല കോമ്പൗണ്ടിന് പുറത്താക്കണം പറഞ്ഞു. ഇത് പറയാൻ ഇവന്മാർ ആരാണ്? അങ്ങനെ പറഞ്ഞവന്മാരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ അമ്പലങ്ങളെ തകർത്തവന്മാരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവന്മാരാണ് ക്ഷേത്ര ഭരണം നടത്താൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മദ്രസന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഡീറ്റെയിൽസേ ഉള്ളൂ. അതുപോലും ചെയ്യില്ല, അതായത് വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ആളുകളിൽ പെട്ട ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി പറയുന്നത് കേരള മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അതായത് കേരളം ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, കേരള മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് എന്ന് പറഞ്ഞിട്ട്. ആ നിയമപ്രകാരം കോൺട്രിബ്യൂട്ടറി ഫണ്ട് ഉണ്ട്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ മദ്രസയിലെ ആളുകൾക്ക്, അതായത് ഉസ്താദുമാർക്ക് കൊടുക്കുന്ന സാലറീസ് നോട്ട് പെയ്ഡ് ഡയറക്ട്ലി ആസ് എ സാലറി ഓർ റെഗുലർ സ്റ്റേറ്റ് പെൻഷൻ ഫ്രം ദി പബ്ലിക് ട്രഷറീസ്. അതായത് പബ്ലിക് ട്രഷറി എന്നല്ല ഈ പറയുന്ന സാലറിയോ അല്ലെങ്കിൽ റെഗുലർ സ്റ്റേറ്റ് പെൻഷനോ നൽകുന്നത് എന്ന് കൃത്യമായി ഗൂഗിളിൽ പറയുന്നുണ്ട്. അതായത് പബ്ലിക് ഫണ്ടിൽ നിന്നല്ല, അതായത് സ്റ്റേറ്റ് അല്ല ഇവർക്ക് സാലറി കൊടുക്കുന്നത്. ഉസ്താദുമാർക്ക് സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തുള്ള, അതായത് അതിന്റെ പരിസര പ്രദേശത്തുള്ള, അതായത് അതിന്റെ മഹൽ എന്ന് പറയും, അതിന്റെ അവിടെയുള്ള ആളുകളൊക്കെ പിരിച്ചിട്ടാണ് ഈ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇനി പെൻഷന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു നിയമപ്രകാരം, അതായത് കേരള മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ആക്ട് പ്രകാരം ഇതൊരു കോൺട്രിബ്യൂട്ടറി ഫണ്ടാണ്. അതായത് കോൺട്രിബ്യൂട്ടറി ഫണ്ട് എന്ന് പറയുമ്പോൾ പെൻഷൻ ഈസ് ഫണ്ടഡ് ബൈ മന്ത്ലി കോൺട്രിബ്യൂഷൻ 50 രൂപ രജിസ്റ്റർ മദ്രസ ടീച്ചേഴ്സും 50 രൂപ ലോക്കൽ മദ്രസ കമ്മിറ്റിയും കൊടുത്തിട്ടാണ് ഇതൊരു കോൺട്രിബ്യൂട്ടറി ഫണ്ടാണ്. അതിലൂടെയാണ് ഈ പെൻഷൻസ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 60 വയസ്സ് കഴിയണം. അതുപോലെ ഈ പെൻഷൻ തുക ഇയാൾ പറയുന്ന പോലെ 10,000 രൂപയൊന്നുമില്ല. ഇതിന്റെ പെൻഷൻ രൂപ എന്ന് പറയുന്നത് ജനറലി റേഞ്ച് ചെയ്യുന്നത് 1,500 രൂപ മുതൽ 7,500 രൂപ. അതിന്റെ ഉള്ളിലാണ് ഈ പെൻഷൻ എമൗണ്ട് വരുന്നത്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ 10,000 രൂപയൊന്നുമില്ല. അതായത് സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് പബ്ലിക് ട്രഷറി എന്നല്ല, അത് ഇതേപോലെ കോൺട്രിബ്യൂട്ടറി ഫണ്ടിൽ നിന്നും അതുപോലെ മഹൽ ആളുകളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ വന്ന് പറയാൻ സാധിക്കുന്നത്? ഇതാണ് പറയുന്നത് വാട്സപ്പ് മാത്രം വിശ്വസിച്ച് ജീവിക്കല്ല എന്ന്. ഇയാൾ പറയുന്നത് കേട്ടോ മതപഠനത്തിന് സമ്മതിക്കുന്നില്ല എന്ന്. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം അതുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് അവരുടെ മതം പഠിപ്പിക്കാൻ സാധിക്കും, അത് മൗലിക അവകാശമാണ്, അത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഫോഴ്സ്ഫുള്ളി ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മതപഠനം ഇന്ത്യയിൽ ലീഗൽ തന്നെയാണ്, അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. ഇനി നിഷേധിച്ചാൽ അവർക്ക് നേരിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സമീപിക്കാൻ സാധിക്കും. വെറും മതപഠനം മാത്രമല്ല, മതപഠനത്തിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങാനും സാധിക്കും. ഇതൊന്നും ആർക്കും എതിർക്കാൻ സാധിക്കില്ല. പിന്നെ എന്ത് എതിർത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്? അങ്ങനെ മതപഠനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക, നല്ല കാര്യമാണ്. മതത്തെക്കുറിച്ച് ആളുകൾ, അതായത് അവരവരുടെ മതത്തെക്കുറിച്ച് അവരവർ പഠിക്കുന്നത് തെറ്റൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ മുസ്ലിംസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ മദ്രസ തുടങ്ങുന്നു, അതിനുശേഷം അതിന് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് എടുത്ത്, അതും ഫിക്സഡ് അല്ല, ഒരു എമൗണ്ട് അവർക്ക് താല്പര്യമുള്ള എമൗണ്ട് കൊടുക്കുക. ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് അവർ മദ്രസയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ഇതുപോലെ വന്ന് വിദ്വേഷം പറയാതെ അതുപോലുള്ള കാര്യങ്ങൾ തുടങ്ങി
അവരവരുടെ മതത്തിലുള്ള ആളുകൾക്ക് മതപഠനം കൊടുക്കാൻ ശ്രമിക്കൂ. അല്ലാതെ ഇതുപോലെ എല്ലാ TV ഷോയിലും അല്ലെങ്കിൽ മറ്റു ഷോസിലൊക്കെ വന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിദ്വേഷങ്ങൾ പറഞ്ഞ് പ്രചരിക്കാതെ, അതും തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം, പച്ചക്കള്ളമാണ് വന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതെ വേണ്ട കാര്യങ്ങൾ അത് പ്രവർത്തിക്കും. അല്ലാതെ വായ കൊണ്ട് ഇങ്ങനെ ചുമ്മാ പറയല്ല. ഓരോരുത്തർ പോയിട്ട് എന്താ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങും. അതിന് സാധിക്കില്ല. ഇതുപോലെ വിദ്വേഷങ്ങൾ പറഞ്ഞ് നടക്കുക, അങ്ങനെ ജീവിക്കുക, അല്ലെ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.